അമ്മേ, വന്നോ? ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇന്നത്തെ എക്സാം നല്ല ഈസി ആയിരുന്നു അമ്മേ. എന്തായാലും എനിക്ക് A+ കിട്ടും. സമാധാനമായി. ഇന്നത്തോടു കൂടി നിന്റെ മിഡ് ടേം എക്സാം കഴിഞ്ഞല്ലോ. എത്ര ദിവസമായി ഇതിന്റെ പുറകെ നടക്കുന്നു? പാവം എന്റെ മോള് 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാ. നീ എപ്പോഴും മേലെ കഴുകി ഡ്രസ്സ് മാറ്റുക. അമ്മ ദേ കുറെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറെ ഫുഡോ? ദേ ഞാൻ ഇപ്പൊ വരാം. മുഴുവൻ കഴിക്കണോട്ടോ. എന്റെ ദൈവമേ, ഇല ബിരിയാണി കണ്ടിട്ട് എന്നെ കൊതിയായിട്ട് വയ്യ. താങ്ക് യു അമ്മേ. ഇതെന്താ അമ്മേ ചെയ്യുന്നേ? നീതുമോളെ കണ്ടോ? ഇല ബിരിയാണിയാ, ഇല ബിരിയാണി. ഇത് 10ാം ക്ലാസ്സുകാർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ബിരിയാണിയാ. അതും വെറുതെ പഠിക്കാൻ നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ഉള്ളതല്ല. ഞാൻ മിഡ് ടേം എക്സാം മുഴുവൻ എഴുതി വന്നിരിക്കുക. നല്ല മാർക്കും എനിക്ക് കിട്ടും. അതിന് എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ, റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ. റിസൾട്ട് വരുമല്ലോ, അപ്പൊ വേറെ ബിരിയാണി. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഉണ്ട്. ഞാൻ ഒരാൾക്ക് മാത്രം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ ഈ കണ്ടതോ അമ്മ ഒരാൾക്ക് മാത്രമല്ലേ വിളിച്ചു കൊടുത്തേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ബിരിയാണി അടുക്കളയിലുണ്ട്. നിത്യമോൾ ആദ്യം കുളിച്ച് വന്നതുകൊണ്ട് ഞാൻ കൊടുത്തു മാത്രം. നിങ്ങൾ പഠിക്കാൻ പോയി വന്നപ്പോൾ മുതൽ ഇരിക്കുമല്ലേ TV കാണാനായിട്ട്? വഴക്ക് കൂടണ്ട, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എല്ലാരും കയറി ഇരിക്കേ. എടി നീതുമോളെ, ശരിക്കും അമ്മ എനിക്ക് വേണ്ടിയാ ബിരിയാണി ഉണ്ടാക്കിയത്. ബാക്കി വന്നതായിരിക്കും നിങ്ങൾക്ക് എടുത്തോണ്ട് വരാൻ പോകുന്നേ. മിഡ് ടേം എക്സാം കഴിഞ്ഞപ്പോ തന്നെ അമ്മയുടെ വക ട്രീറ്റ് ഇങ്ങനെ. അപ്പൊ റിസൾട്ട് വരുമ്പോ എന്തായിരിക്കും? എടി കുണുക്കി, ഇത്ര കുശുമ്പ് പാടില്ല നിനക്ക്. ആനമുട്ട കിട്ടുന്നത് എനിക്കല്ല, നിനക്കാണ്. നിനക്കിപ്പോഴും ABCD എഴുതാൻ അറിയില്ലല്ലോ. പറഞ്ഞ ഐസ്ക്രീം എനിക്കും കൂടി കിട്ടും. എടി നിത്യ ചേച്ചി, നീ അധികം അഹങ്കരിക്കണ്ട. 2 കൊല്ലം കഴിഞ്ഞാൽ ഞാനും 10ാം ക്ലാസ്. അപ്പൊ എനിക്കും കിട്ടും. പരീക്ഷ കഴിഞ്ഞിട്ട് വരും ഇതേപോലുള്ള വിഭവങ്ങൾ കേട്ടോ. തല്ലുകൂടാതെ കഴിക്കണ്ടേ മക്കളെ. കുണിക്കും കുണുക്കനും ഞാൻ വാരി തന്നോ? ഇതെന്താ എല്ലാവർക്കും ബിരിയാണിയോ? എല്ലാവർക്കും അല്ല ചാ, എനിക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയതാ. എന്റെ മിഡ് ടേം എക്സാം ഇന്ന് കഴിഞ്ഞു, അതുകൊണ്ടാ ഇവർക്കൊക്കെ ബാക്കി വന്നത് കൊടുത്തതാ. എന്റെ ദൈവം, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ആണോ ഗീതേ? അത് പിന്നെ മിഡ് ടേം എക്സാം തുടങ്ങിയപ്പോൾ മുതൽ ഈ നിത്യം ആകെ ടെൻഷനില്ല. മര്യാദക്ക് വെള്ളം കുടിക്കൂല, ഒന്നും കഴിക്കൂല. അതുകൊണ്ട് എക്സാം കഴിയണ ദിവസം ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. നിങ്ങൾക്കും ഉണ്ട്, എടുക്കട്ടെ? എനിക്കിപ്പോ വേണ്ട, ഞാനിപ്പോ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് വരുന്ന വഴിയാ. നിത്യമോളെ, മാർക്കൊക്കെ ഉണ്ടാകുമോ? എക്സാം ഒക്കെ നല്ല ഈസി ആയിരുന്നു വെച്ചാ. മിഡ് ടേം എക്സാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇനി 2 ദിവസം ക്ലാസ് ഇല്ല. അത് കൊള്ളാലോ, നന്നായി ഉറങ്ങി റെസ്റ്റ് എടുക്ക്. അയ്യോ, അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. ബിരിയാണി കഴിച്ചിട്ട് ഇനിയും പഠിക്കണം. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ക്ലാസ് തുടങ്ങുമല്ലേ. വെറുതെ അല്ല അമ്മ ചേച്ചിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നത്. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലേ. അപ്പൊ ഓക്കെ. മിണ്ടാതിരുന്നോടി നീതുമോളെ അവിടെ. അച്ഛാ, നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? ഔട്ടിങ്ങോ? അതൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് മതി. അമ്മ പ്ലീസ്, എത്ര ദിവസമായി ബുക്ക് പഠിത്തം, എനിക്ക് വയ്യ. എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോയാൽ കൊള്ളാം. അതെ, ഔട്ടിങ്ങിനൊക്കെ നമുക്ക് ഓണം വെക്കേഷന് പോകാം. ഈ 2 ദിവസം കിട്ടുമ്പോൾ എവിടെയും പോയിട്ട് കാര്യമില്ല. എന്നാ നിങ്ങൾ കഴിക്കേ. അച്ഛൻ മുങ്ങിയതാ. അമ്മ പ്ലീസ് അമ്മ, അച്ഛനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കേ. അയ്യോ, എന്റെ മീൻകറി അടപ്പത്താ, ഞാൻ പോട്ടെ. എന്റെ പൊന്നു ചേച്ചി, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഔട്ടിങ് കൊണ്ടുപോകുന്നു പ്രതീക്ഷിക്കണ്ട. അത് തന്നെ. ഇതെന്തൊരു വീടാ? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് മക്കളെ, പക്ഷെ അച്ഛനമ്മ കൊണ്ടുപോകില്ലല്ലോ. അതിനൊരു ഐഡിയ ഉണ്ട്. ഐഡിയോ? എന്താ ഐഡിയ? അത് നല്ല ഐഡിയ ആണല്ലോ. മാമനാണെങ്കിൽ വന്നിട്ട് കുറെ നാളായി. മാമൻ വന്നാലും നമ്മളെ ടൂർ കൊണ്ടുപോകുമോ? ഞാൻ വിളിക്കാം മാമനെ. അത് നേരാ. കുണിക്കും കുണുക്കന് ഫോൺ ചെയ്താ മാമൻ പറന്ന് ഇവിടെ എത്തും. പറന്നെത്തിയിട്ട് എന്താ പ്ലാൻ? ഐസ്ക്രീം മേടിപ്പിക്കാം, ടോയ്സ് മേടിപ്പിക്കാം. ശരിയാ, ഇവര് പറഞ്ഞാൽ മാമൻ അനുസരിക്കും. നമുക്ക് അമ്മ അച്ഛനും അറിയാതെ ഫോണിൽ നിന്ന് മാമനെ വിളിക്കാം. ആഹാ, കുട്ടിപ്പെട്ടാളെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. മാമന്റെ പുതിയ ബൈക്കിൽ ഞാൻ കയറിയിട്ടില്ല. വാടി, നമുക്ക് കയറാം. അയ്യോ, ഈ പിള്ളങ്ങൾ എന്തായി കാണിക്കണം? എല്ലാരും ഉറങ്ങിക്കേ, വണ്ടി മറിയും. ആകെ 2 പേര് കയറേണ്ട വണ്ടിയാ. ഇതെങ്ങനെ കയറി? ഐസ്ക്രീം പാർലറിൽ നിർത്തിയാ മതി. അപ്പൊ വെറുതെ അല്ലേ ഇവളുമാരെന്നോട് വരാൻ പറഞ്ഞത്? എന്താ ഇവിടെ ബഹളം? എടാ നീ എപ്പോ വന്നു? ഇത് എന്തായി കാണിക്കണേ? എല്ലാ പിള്ളേരും കൂടി കയറ്റി നീ ഇത് എങ്ങോട്ട് പോകുക? വണ്ടി മറിയൂന്നറിയില്ലേ? ഇറക്കി അവരെ ഇങ്ങോട്ട്. അതിനാര് കയറ്റി? ഇവരെന്നെ ഫോൺ ചെയ്ത് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോ തന്നെ ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറുമായിരുന്നു. ഞാനല്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങും പിള്ളേരെ. എടാ വണ്ടി ഓഫാക്കി ഇടട്ടാ, പറയാൻ പറ്റൂല. ഇവന്മാര് ചിലപ്പോ വണ്ടി ഓടിക്കും. ഓഹോ, ഞങ്ങൾ കൊണ്ടുപോകാത്ത പോലെ. അപ്പോഴേക്ക് മാമനെ വിളിച്ചു. എടാ നീ ഇവരുടെ വാക്ക് കേട്ട് ടൂർ കൊണ്ടുപോകാൻ പോവാണോ? അമ്മ, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങാൻ പോകണ്ടെന്ന് ആര് പറഞ്ഞു? ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കേ. 4 പേരും കൂടി ഇതിൽ പോയാൽ ശരിയാകൂല.
ഓ എന്റെ പൊന്നു ചേച്ചി, ഈ കുട്ടികൾ എപ്പോഴെങ്കിലും നിങ്ങൾ ടൂർ കൊണ്ടുപോയെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നു. പിള്ളേർക്ക് വല്ലപ്പോഴെങ്കിലും അവരൊന്ന് കറങ്ങാൻ കൊണ്ടുപോകണം. എടേ ഇവരെല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുപോകണുണ്ട്. ഇതിപ്പോ നിന്നെ ഇവര് വിളിച്ചതാ. അപ്പൊ ഞങ്ങള് പോട്ടെ മാമ, ഞങ്ങൾക്ക് വണ്ടി എടുക്കണം. ആ എന്തായാലും വന്നേലേ, ഞാൻ കുട്ടികളെ കറക്കാൻ കൊണ്ടുപോയിട്ട് വരാം. ഓ എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ആ കാർ എടുത്തോണ്ട് പോ. എനിക്ക് ഈ ഇരിപ്പ് കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഏ അമ്മ സമ്മതിച്ചേ. അയ്യോ, ഈ പാർക്കിൽ എന്തോരം റൈഡാ, ഇതൊക്കെ വലുതാണല്ലോ. നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൽ പോയാൽ മതിയായിരുന്നു. അത്ര വലുതൊന്നല്ല, ഈ പാർക്ക് മതി. ഇതിലൊക്കെ എങ്ങനെ കയറാനാണ്? എന്തൊരു വലുതാ. എന്റെ പൊന്നു മാമ, മാമൻ ഇത് അറിയാത്തോണ്ടാ. ഇതിൽ വലിയവർക്കും ചെറിയവർക്കും കയറാം. ദേ ഞങ്ങൾ കാണിച്ചു തരാം. വേണ്ട വേണ്ട, കാണിച്ചൊന്നും തരണ്ട, ഞാൻ പറയും. അതിൽ കയറിയാൽ മതി ഓരോരുത്തർ, കേട്ടോ. എന്തായാലും ഇതിലൊന്നും വേണ്ട. അപ്പുറത്ത് വല്ല സ്ലൈഡോ ഊഞ്ഞാലോ ഉണ്ടാവും, നോക്കാം. മാമ മാമ, ഈ ചക്രത്തിൽ കാണാൻ കുടുക്കിക്ക് കയറ്റി തരുമോ? ഈ സ്കൈ വീലിലോ? അയ്യോ അതൊന്നും വേണ്ട, കുട്ടികൾ കയറാൻ പാടില്ല. ഇതൊന്നും നല്ലത് കാണാൻ അച്ഛനമ്മയുടെ കൂടെ പോണാ. ഓഹോ, ഇപ്പൊ അങ്ങനെയോ? എന്നാ ഈ പരാതിയൊക്കെ ഒന്ന് തീർക്കണം. വാ, നിങ്ങളെ ഞാൻ ആദ്യം സ്കൈ വീലിൽ കയറ്റാൻ കൊണ്ടുപോകാം. നിങ്ങളുടെ പരാതി തീർത്തു തരാം. ഓരോരുത്തരായിട്ട് കയറിക്കോ. കയറി കഴിഞ്ഞേ ഇത് മുഴുവൻ കറങ്ങിയിട്ട് ഇറങ്ങാവൂ. ഇടയ്ക്ക് ഇറങ്ങണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ല മാമ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറിയാൽ മതി. ഞങ്ങൾ ഇറങ്ങാൻ പറയില്ല. എന്നാ കയറിക്കോ. ഹായ്, നല്ല രസം. അത്രക്ക് രസമൊന്നും ഇല്ല. മതി, ഇത് നിർത്ത്. നിർത്താനോ? ഇവിടെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് പൊക്കത്തെത്തുമ്പോ പേടിയാ. കുണുക്കാ കുണിക്ക്, പേടിയൊന്നുമില്ലല്ലോ. മാമൻ താഴെ ഉണ്ടേ, വീണാ പിടിച്ചോളാം. അയ്യോ വീരോ. ഇതൊക്കെ വെറുതെ പറയണതാടി കുണിക്ക്. പിടിച്ചിരിക്കും, നല്ല രസമില്ലേ? പേടി നീത് മോളെ, നിനക്ക് ഒരു പേടിയില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. പേടിയാണെങ്കിൽ ചേച്ചി താഴേക്ക് ചാടിക്കോ. മാമൻ ഉണ്ട് താഴെ. ഇതെല്ലാം സ്പീഡ് കൂടിയോ? അതെ അതെ, സ്പീഡ് കൂടിയെന്ന് തോന്നണേ. പതിയെ പോടാ താനാ. നിർത്തടാ വണ്ടി. അയ്യോ, ഇതിന് സ്പീഡ് കൂടി, കുറക്ക്. അയ്യോ അമ്മ. മക്കളെ ഓക്കെ അല്ലേ? പട്ടി മാമ. ആഹാ, അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്ത് രസം. കുറച്ചും കൂടി കറങ്ങി കളിക്കട്ടെ. ഞാനിരിക്കുന്ന പനി തരാ. ഞാൻ തലയിൽ പോവാ. ഇല്ല, ഞാൻ ശരിയാക്കട്ടെ മാമ. ഞാൻ താഴെ വീഴട്ടെ. അയ്യോ മാമ, മതി, ഒന്ന് നിർത്ത. ശരി ശരി, ഞാൻ നിർത്താൻ പറയാം. ഓ, ഇനി അവളുമാർ എന്നോട് പാർക്കിൽ കൊണ്ടുപോകാൻ പറയൂല.